ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്രം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിതടുത്ത് മഹേഷ് പറയണ്ട്, ഒന്ന് ശ്രമിച്ച് താൻ ഒരു മാസത്തിനുള്ളിൽ വിശേഷമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അകത്തേക്ക് പോവാണ്. അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നാം കേട്ടോ. എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കുഞ്ഞെന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് നടന്നേ ഉള്ളൂ, അത് കുഞ്ഞാകുമോ തന്നെ എനിക്ക് തന്നെ ഒരു വിശ്വാസമില്ല. പക്ഷെ എല്ലാവരുടെയും ആത്മവിശ്വാസം കാണുമ്പോൾ പേടിയാകുക എന്നൊക്കെ തോന്നാട്ടോ ഇഷിതക്ക്. ഇഷിത അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ആകാശിനെയാണ്. ആകാശി രചന ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രചന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. രചന എടുത്ത് ആകാശ് പറയുന്നുണ്ട്, എന്നാലും അവൻ എന്തായിരിക്കും എന്നോടൊരു സൗഹൃദ സംഭാഷണത്തിന് വന്നത് എന്ന് ചോദിക്കുമ്പോൾ രചന പറയുന്നുണ്ട്, ഇത് കൊള്ളാം, എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ശത്രുക്കളായിട്ടിരിക്കാൻ പറ്റുമോ, ഒരു സൗഹൃദമായി കളയാമെന്ന് വെച്ചിട്ടായിരിക്കും മഹേഷ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെയല്ല, അവൻ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. അല്ല, ഇത്രയും നാള് ശത്രുക്കളാണ്, വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞ് പരസ്പരം നടന്ന ആൾക്കാര് പെട്ടെന്ന് ഒരു ദിവസം എല്ലാം മറക്കാം, ഞാൻ നിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ വരെ അവൻ പറഞ്ഞു. അതിനൊരു തക്കതായിട്ടുള്ള കാരണമുണ്ട്. അത് നിനക്ക് എന്താന്ന് മനസ്സിലായില്ലേ? എനിക്ക് പക്ഷെ ഇപ്പൊ മനസ്സിലായി. എന്താ കാരണം? അതോ അവൻ ആ ഇഷിതയുടെ കൂടെ ജീവിച്ചു തുടങ്ങി, അത് തന്നെ കാരണം. അങ്ങനെയൊന്നും ആയിരിക്കില്ല, അങ്ങനെ തന്നെയാണ്. നീ നോക്കിക്കോ, നീ മഞ്ഞ് കൊണ്ടതൊക്കെ വെറുതെ ആയിപ്പോയി. അവനൊരു പുതുജീവിതം തുടങ്ങി എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. പുതുജീവിതം എന്ന് പറഞ്ഞാൽ ഇഷിതയായിട്ടുള്ള ഒരു ഭാര്യ ഭർത്താവ് ബന്ധം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ തുടങ്ങിയപ്പോ അവന് തോന്നിയിട്ടുണ്ടായിരിക്കും, ഇനി എന്തിനാ പഴയ ബന്ധങ്ങൾ, പഴയ ശത്രുക്കളെന്ന്. അതുകൊണ്ടായിരിക്കും അവൻ എന്നോട് അങ്ങനെ വന്ന് പറഞ്ഞത്. അത് മാത്രല്ല, നീ തന്നെ ആലോചിച്ച് നോക്ക്, അവര് ട്രിപ്പ് പോയപ്പോ കൂടെ ആദ്യനെയും കൂട്ടി. എന്തിനാ ആദ്യനെ കൂട്ടിയത്? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ചിപ്പിനെയാണ് അവര് കൂട്ടണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരുമിച്ച് കിടക്കാൻ ചിപ്പിനെയും കൂട്ടേണ്ടി വരും അല്ലേ? പക്ഷെ ആദ്യനാണെങ്കിൽ ആദ്യം ചിപ്പിയും ഒരു റൂമിൽ കിടക്കും, ഇഷിതയും മഹേഷ് ഒരു റൂമിൽ കിടക്കും. അങ്ങനെ തന്നെയല്ലേ നിന്റെ മോൻ നിന്നോട് പറഞ്ഞത്? ചിപ്പിയും അവന് ഒരുമിച്ച് കിടന്നതല്ലേ പറഞ്ഞത്? അപ്പൊ അതിനർത്ഥം ഇഷിതയും മഹേഷും ഒരു റൂമിൽ ഒറ്റക്കായിരുന്നു. 2 ദിവസം അവർ അടിച്ചു പൊളിച്ചു. അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അവന്റെ ഈ മനസ്സ് മാറ്റം, അവനിപ്പോ ജീവിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കും. ഇഷിതയുടെ കൂടെ സുഖമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാൻ അവന് തോന്നി. അതന്നെ കാര്യം. അതിന് നീ ആണെങ്കിൽ ഒത്താശ ചെയ്ത് കൊടുത്തും ചെയ്തു. നിന്റെ മോനെ നീ വിട്ടപ്പോഴേ അവർക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. അവരുടെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, മനസ്സിലായോ എന്നിട്ട് പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും രചന അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്താണ് ആദ്യ ഒരു ഗ്ലാസ് വെള്ളമായിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്. ആകാശ് കാണുന്ന കേട്ടോ. എടാ ഇങ്ങോട്ട് വന്നേടാ. എന്താ അങ്കിളെ? ഇങ്ങോട്ട് വാടാ. എന്താ അങ്കിളെ? എടാ നീയേ നിന്റെ ഡാഡിയെ കുറച്ചു മുമ്പ് ഇവിടെ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, ഉപദേശങ്ങൾ നന്നാവണമെന്നും ശത്രുതയൊക്കെ മാറ്റാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. എടാ നിന്റെ ഡാഡിയുടെയും മാറ്റത്തിന് കാരണം എന്താടാ? ഇത് കൊള്ളാം, ഒരാൾ ശത്രുത മാറ്റി സൗഹൃദമാവാൻ പറഞ്ഞ കാരണം എന്താ? നല്ല രീതിയിലല്ലേ പറഞ്ഞത്, അല്ലാതെ മോശം രീതിയിലൊന്നും അല്ലല്ലോ. എന്റെ ഡാഡി വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഡാഡിക്ക് പറ്റുന്നൊരു എതിരാളിയല്ല അങ്കിളെന്ന്. എടാ നീ എന്നെ കുറെയായി ആക്കാൻ ശ്രമിക്കുന്നത്, അല്ല നിന്നെ വെട്ടിക്കളയും കുത്തിക്കളയും എന്നൊക്കെ ആകാശ് പറയുമ്പോ അങ്കിള് കുറെ നാളായാലും ഇത് പറഞ്ഞത്. അങ്കിൾ ഇത് പറയാൻ മാത്രമേ അറിയുള്ളൂ, വെട്ടും കുത്തും അതിലത് നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും അങ്കിളിന് അറിയില്ലേ? രജനെ, നിന്റെ മോളിലും മര്യാദക്ക് സംസാരിക്കാൻ പറ. 2 ദിവസം മഹേഷിന്റെ കൂടെ പോയപ്പോ ചെക്കന്റെ വായിലെ വർത്തനം നീ കേട്ടില്ലേ? ആദി ചുമ്മാ ഇരിക്കുന്നേ. മമ്മി എന്തിനാ മമ്മി ഇയാളെ പേടിക്കണത്? അഥവാ മമ്മി പേടിക്കണേ മമ്മി മാത്രം ഇയാളെ പേടിച്ചാൽ മതി, എനിക്ക് ഇയാളെ പേടിക്കണ്ട ഒരാവശ്യമില്ല. എന്നെ തൊട്ടാലേ എന്ത് സംഭവിക്കുന്നേ ഇയാൾക്ക് നന്നായിട്ട് അറിയാം. കണ്ടോ രചന ഇവ സംസാരിക്കണത്? ആദി നിന്നോടല്ലേ കേറി പോവാൻ ഞാൻ പറഞ്ഞത്? അതെ, എന്നെ തൊട്ടാലേ ചോദിക്കാൻ വേണ്ടി ഡാഡി വരും. പിന്നെ ആകാശങ്ങൾ നക്ഷത്രം എണ്ണും. അതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെയാ എന്റെ ഡാഡി സൗഹൃദത്തിലാകാം, പഴയതൊക്കെ മറക്കാം, ശത്രുത മറക്കാതെ പറഞ്ഞത്. അതിനെ വേറെ രീതിയിലാക്കിയെടുത്തത് ആകാശങ്ങൾ തന്നെയല്ലേ. എന്റെ ഡാഡി അടുത്ത് ഉടക്കാൻ നിന്നാതെ ആകാശങ്ങളിലെ എല്ലിന്റെ എണ്ണം കൂടും എന്നൊക്കെ പറയുമ്പോ ഇവനെ ഞാൻ ഇന്ന് എന്ന് പറഞ്ഞിട്ട് ആകാശ് ആദിനെ പിടിച്ച് ഉപദ്രവിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രജനെ പിടിച്ച് മാറ്റുന്നുണ്ട് ആകാശിനെടാ കേറിപ്പോടാ അകത്ത് എന്ന് ആദ്യ എടുത്ത് പറയണം. ആദ്യ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് ആദിയുടെ മൊബൈലിലേക്ക് കോള് വരുവാണ്. ചിപ്പി ആട്ടോ വിളിക്കണത്. ഹലോ ആദിയേട്ടാ. ചിപ്പി പറ ചിപ്പി. അല്ല അത് തിരിച്ചു വന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ആകാശങ്ങൾ ആദ്യേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അമ്മ പറഞ്ഞു ആദ്യേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. അമ്മ പറയാ ചിലപ്പോ ആകാശങ്ങള് ആദ്യേട്ടനെ ഉപദ്രവിക്കുമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇഷിതമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. അയാൾക്ക് നല്ല ദേഷ്യമുണ്ട്. പിന്നെ മമ്മിയുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവാത്തത്. ഒരേ സമയത്ത് ഒരേ സ്വഭാവമാണ്. ഇപ്പൊ ചിലപ്പോ നല്ലതാണെങ്കിൽ നാളെ ചീത്തതായിരിക്കും. എന്നോട് ടൂർ പോകാനൊക്കെ നല്ല സ്നേഹത്തോടെയാ മമ്മി പറഞ്ഞത്. പക്ഷെ തിരിച്ചു വന്നപ്പോ തൊട്ട് മമ്മിക്ക് എന്നോട് വല്ലാത്തൊരു ദേഷ്യം. എന്താന്ന് എനിക്ക് അറിയില്ല. അയാള് ആകാശങ്ങള് ആദ്യമായിട്ട് മേടിച്ചെടുത്ത ഗിഫ്റ്റ് കളഞ്ഞു അല്ലേ? അതെ, വെറുതെ പൈസ കളഞ്ഞു. അയാൾക്ക് മേടിച്ചു കൊടുത്തു, ഒരാവശ്യം ഉണ്ടായില്ല. അയാളെ തുറന്നു പോലും നോക്കാതെ അയാൾ അത് വലിച്ചെറിഞ്ഞ് കളയായിരുന്നു. മുമ്പ് നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ, ആ ദിവസം അയാൾ ആ ഗിഫ്റ്റ് ചവിട്ടി കൂട്ടിക്കളഞ്ഞു. അയാൾ എന്നെ കൊല്ലുമെന്നാ തോന്നുന്നത്. എനിക്ക് മതിയായി. അയാൾ ഭയങ്കര സാധനം ചിപ്പി, വിചാരിക്കുന്ന പോലെ അല്ല. ഒരു കണക്കിന് നീ ഭാഗ്യവതിയാണ്, നിനക്ക് ഡാഡിയുടെ കൂടെ നിൽക്കാൻ സാധിച്ചല്ലോ. കോടതി ഡാഡിക്ക് നിന്നെ തന്നല്ലോ. അതേതായാലും നന്നായി ചിപ്പി. അതുകൊണ്ട് നീ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലോ.
ഞാൻ ഒരു ആൺകുട്ടിയല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ച് കടിച്ചു നിന്നോളാം, പക്ഷെ നീ ഒരു പെൺകുട്ടിയല്ലേ, നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ ഭാഗ്യം ചെയ്തതാ. ആദ്യേട്ടൻ ഇവിടെ വന്നൂടെ? ഇവിടെ ആദ്യേട്ടനെ സ്നേഹിക്കാൻ എന്തോരം പേരാ. 2 ദിവസം ടൂർ പോയപ്പോ എന്തൊരു സന്തോഷമായിരുന്നു. ആദ്യേട്ടൻ ഒരു ദിവസം ഇവിടെ നിന്നപ്പോ എന്തൊരു സന്തോഷമായിരുന്നു എല്ലാവർക്കും. ആദ്യേട്ടന് ഇങ്ങോട്ട് വന്നൂടെ എന്ന് ചോദിക്കാണ് ചിപ്പി. അപ്പൊ ആദ്യം പറഞ്ഞിട്ട്, ഞാൻ നിന്റെ മോളോട് പറഞ്ഞിട്ടില്ല മോളെ, എനിക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് വരാൻ സാധിക്കില്ല ആദ്യേട്ടാ, എനിക്ക് വളരെ വിഷമം തോന്നുന്നു. പാവം ആദ്യേട്ടൻ, ആ ആകാശങ്ങൾ എന്തിനാ ആദ്യേട്ടൻ ഇങ്ങനെ ഉപദ്രവിക്കണത്? നമ്മളൊക്കെ എന്ത് തെറ്റാ അയാളോട് ചെയ്തത്? നമ്മുടെ ഡാഡിയുടെ മക്കളായി പോയി, അത് അയാളുടെ ദേഷ്യം. അല്ലെങ്കിലും അയാൾക്ക് അയാളുടെ സ്വന്തം കാര്യം മാത്രമുള്ള ചിപ്പി. മമ്മിക്ക് അത് മനസ്സിലാവുന്നുമില്ല. നീ വിഷമിക്കൊന്നും വേണ്ടട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ സന്തോഷമായിട്ട് കിടന്നുറങ്ങാൻ നോക്ക്, നാളെ ക്ലാസ്സിൽ വരുമ്പോ കാണാം. ആദ്യേട്ടൻ വിഷമിക്കില്ല ആദ്യേട്ടൻ. ഇല്ല ചിപ്പി, നീ വിഷമിക്കാതെ കിടന്നുറങ്ങ്. പിന്നെ ഈ കാര്യങ്ങളൊന്നും നീ അവിടെ ആർക്കും പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഫോം വെക്കാണ്. ചിപ്പിക്കാണെങ്കിൽ വല്ലാതെ വിഷമം തോന്നും കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിത ഓരോരോ വർക്ക് ചെയ്യുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, എടോ തന്റെ പണി ഇതുവരെ തീർന്നില്ലേ, വാടോ വന്ന് കിടക്കാടോ. ആഹാ, മഹേഷ് ഉറങ്ങിയില്ലേ? കുറച്ചു നേരം ഓർമ്മ ഉണ്ടാതിരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഉറങ്ങിയെന്ന്. ഞാൻ ഉറങ്ങിയെന്നില്ല. താൻ വരാതെ എങ്ങനെ ഉറങ്ങണത്? താനില്ലാതെ ഉറങ്ങാനൊരു സുഖമില്ലടോ. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? പിന്നെ അല്ലാതെ താനിങ്ങോട്ട് വാടോ. മുമ്പ് മഹേഷ് ആയിരുന്നു ഇതുപോലെ ലാപ്ടോപ്പിന് മുമ്പിൽ. അന്ന് ഞാൻ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ മഹേഷിന് ദേഷ്യം വരുമായിരുന്നു. എടോ മതിയെടോ. ശരി, കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇഷിത ലാപ്ടോപ്പ് എടുത്ത് വെക്കാൻ പോകുമ്പോഴേക്കും പുറത്ത് ചിപ്പി വാതിലിൽ മുട്ടു കേട്ടോ. അമ്മയെ വാതിൽ തുറക്ക്, ഡാഡി വാതിൽ തുറക്ക്, ഡാഡി വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് ചിപ്പി. അയ്യോ മോളാണല്ലോ. വേഗം ഇഷിത വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോഴേക്കും വേഗം തന്നെ ചിപ്പി ഡാഡിനെ കെട്ടിപ്പിടിച്ച് കരയാട്ടോ. എന്താ മോളെ, എന്തു പറ്റി? ഡാഡി അയാള് നമ്മുടെ ആദ്യേട്ടനെ കൊല്ലും ഡാഡി. ആകാശോ, ഇല്ല മോളെ, അങ്ങനത്തെ സംഭവിക്കും. ഞാൻ ആദ്യേട്ടനെ വിളിച്ചായിരുന്നു. ആദ്യേട്ടന് വളരെ മോശമായിട്ട് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യേട്ടനെ ഉപദ്രവിക്കും ഡാഡി, എനിക്ക് പേടിയാ. ആദ്യേട്ടൻ പറഞ്ഞത് അയാൾ കുടിച്ചു വരുന്ന സമയത്ത് അയാൾ ഉപദ്രവിക്കാനും കൊല്ലാനൊക്കെ നോക്കാറുണ്ടെന്ന്. പാവം ആദ്യേട്ടൻ റൂം അടച്ച് അകത്ത് ഇരിക്കുക ഡാഡി, അയാൾ ഉപദ്രവിക്കും ഡാഡി ആദ്യേട്ടന് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട, മോളെ ഇല്ല മോളെ, ആകാശം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇത് കോടതി ഉത്തരവാണ്. ആദ്യേട്ടൻ ഇങ്ങോട്ട് വന്നോട് ഡാഡി, എന്തിനാ ആദ്യേട്ടൻ അവിടെ ഇങ്ങനെ സഹിച്ചിരിക്കണത് എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ട, മോളെ നോക്ക്, ആദ്യമായിട്ട് തന്നെ പറയണം എനിക്ക് ഇങ്ങോട്ട് വരണോന്ന്. കാരണം അവൻ അവിടെ അനുഭവിക്കുന്ന ക്രൂരതകൾ അവന് മാത്രമാണല്ലോ. കോടതി കൂടുമ്പോ അവൻ രചനയുടെ കൂടെ തന്നെ നിൽക്കും. രചന പറയും ആകാശിനെതിരെ പറയരുതെന്ന്. അവൻ രചനയുടെ കൂടെ നിന്നാ മതി പറയും. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. കോടതിയാണ് രചനക്ക് അവനെ വിട്ടുകൊടുത്തത്, എനിക്ക് നിന്നെയും. അതുകൊണ്ട് പെട്ടെന്ന് അവനെ കൊണ്ടുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും. അത് ആകാശിന് അറിയാം. മാത്രല്ല അവനെ മേളിൽ കൈവച്ച് കഴിയാനും ആകാശ് കൊടുക്കും. അതുകൊണ്ട് അവൻ എന്തായാലും ചെയ്യാൻ പോണില്ല. പിന്നെ നാളെ രാവിലെ ആവട്ടെ, ഞാനൊന്ന് സംസാരിക്കാം എന്ന് പറയാണ്. എന്നാലും ഇന്ന് രാത്രി ആദ്യേട്ടൻ അവിടെ കഴിയേണ്ട ഡാഡി. ആദ്യേട്ടൻ പൊട്ടിക്കരയാണ്. പാവം ആദ്യേട്ടൻ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശിശിത പറയുന്നുണ്ട്, മോളെ നോക്ക്, ആദ്യടുത്ത് എത്ര പ്രാവശ്യം നമ്മളിവിടെ വരാൻ പറഞ്ഞതാണ്. അവൻ കോടതിയിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയുമ്പോ മഹേഷ് പറഞ്ഞു, മോളെ നിന്നെ ആദ്യനെ ഞാൻ ഒരുമിച്ച് ടൂർ കൊണ്ടുപോകാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്നൊരു ദിവസം ഡാഡി ഇതുപോലെ ടൂർ പോണോന്നൊക്കെ തീരുമാനിച്ചെങ്കിൽ അതിലൊരു കാരണം ഉണ്ടെന്ന് മോൾ ആലോചിച്ച് നോക്ക്. എല്ലാം ഡാഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് മോളെ, അതുപോലെ തന്നെ നടക്കും. മോൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. മോള് പോയി കിടന്നോ. നാളെ രാവിലെ തന്നെ അമ്മയും ഡാഡിയും കൂടി സ്കൂളിൽ വന്ന് ആദ്യേട്ടനെ കണ്ടോളാം. ശരി, പിന്നെ മോൾ ഇന്ന് അപ്പുറത്ത് കിടക്കണ്ട, ഇവിടെ കിടന്നാൽ മതി എന്ന് മഹേഷ് പറയാണ്. മോള ഡാഡിയുടെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ചിപ്പിനെ കെട്ടിപ്പിടിച്ച് കിടക്കാട്ടോ. അപ്പൊ ഇഷിത പറഞ്ഞിട്ട്, ഞാൻ ആദ്യമൊന്ന് വിളിക്കട്ടെ, താൻ വിളിച്ചു നോക്ക് എന്ന് മഹേഷ് പറയാണ്. ഇഷിത ആദ്യനെ വിളിക്കുമ്പോ ആദ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആട്ടോ. മഹേഷ് ആദ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. രചനനെ വിളിക്കട്ടെ? രചനനെ വിളിക്കണ്ടോ, നാളെ രാവിലെ ആവട്ടെ, നമുക്ക് അവരെ പോയത് കാണാം എന്ന് പറയാണ്. അങ്ങനെ അവരങ്ങനെ കിടന്ന് ഉറങ്ങുവാട്ടോ. പിന്നെ ഇത് കാണിക്കുന്ന രാവിലെയാണ്. രാവിലെ ഇഷിത ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പുറത്തേക്ക് പോകുമ്പോഴേക്ക് സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട്, മാഡം മഹേഷ് സാർ ഓഫീസിൽ പോകാൻ തുടങ്ങിയോ? ഇല്ല, കയറ് പൊട്ടിക്ക ഓഫീസിൽ പോണോന്നുമായിട്ട് കുറച്ചു ദിവസം കൂടി ലീവ് എടുത്ത് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത് നന്നായി മാഡം എന്ന് സെക്യൂരിറ്റി പറയാണ്. ഇഷിത കാർ എടുക്കാൻ പോകുമ്പോഴേക്കും പെട്ടെന്നൊരു തലചുറ്റൽ പോലെ തോന്നുവാട്ടോ. ഇഷിത അവിടെ കുഴഞ്ഞു വീഴാണ്. അത് സെക്യൂരിറ്റി കാണുന്നുണ്ട്. അയ്യോ ദൈവമേ, മേഡം മേഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇഷിത എഴുന്നേക്കുന്നില്ല. വേഗം തന്നെ മഹേഷിന്റെ ഫോണിലേക്ക് സെക്യൂരിറ്റി വിളിക്കാണ്. ഹലോ, സർ ഇത് ഞാനാണ്. പറയടോ. അതെ, സാറിന്റെ ഭാര്യ ഇഷിത നിലത്ത് ബോധം കെട്ട് വീട് കിടക്കുന്നു. എവിടാ? കാർ പാർക്കിങ്ങിന് അവിടെ. വേഗം വാ സർ എന്ന് പറയാണ്. അപ്പോ അച്ഛൻ ചോദിക്കണ്ട, എന്താ മോനെ എന്താ പറ്റിയത്? ഇഷിത കാർ പാർക്കിന് ഇവിടെ ബോധം കെട്ട് വീണുന്ന്. അച്ഛൻ മാഷിനെ വിളിച്ച് പറ എന്ന് പറയാണ്. അങ്ങനെ വേഗം തന്നെ രാമൻ മാഷിനെ വിളിക്കുന്നുണ്ട്. അവർ നിലത്തേക്ക് പോകുവാണ്. അവിടെ പോകുമ്പോഴേക്കും ഇഷിത ബോധം കെട്ട് വീണ് കിടക്കുവാട്ടോ. അപ്പോഴേക്കും സെക്യൂരിറ്റിയുടെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഇഷിതനെ പതുക്കെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. മഹേഷും രാമചന്ദ്രനും ചോദിക്കണ്ട, അയ്യോ മോളെ എന്തു പറ്റി? അയ്യോ എനിക്കൊരു കുഴപ്പമില്ല, പെട്ടെന്നൊരു തല ചുറ്റൽ പോലെ എന്ന് പറയുമ്പോ സ്വപ്നവല്ലി അതുപോലെ തന്നെ പ്രിയാമണിയൊക്കെ അവിടെ എത്തുവാട്ടോ.
പ്രിയാമണി പറയണ്ട്, അയ്യോ മോൾക്ക് പ്രഷറിന്റെ കുഴപ്പമൊന്നും ഇല്ലാത്തയാണല്ലോ, എന്ത് പറ്റി മോളെ, പ്രഷർ വേരിയേഷൻ എന്തെങ്കിലും വന്നോ? അറിയില്ലമ്മേ, ചെറിയ തലചുറ്റൽ പോലെ, നിങ്ങൾ ആരും പേടിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ രാമനാഥൻ പറയണ്ട്, മോനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ, എന്തായാലും ഇഷിത ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയതാണല്ലോ, ഹോസ്പിറ്റലിൽ ഒന്ന് പോവാ. ആ ശരി അച്ഛാ, അച്ഛൻ വണ്ടി കയറ്, ഇഷിതെ വാടോ എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ വണ്ടി കയറ്റുവാണ്. അപ്പൊ മാഷു കണ്ട് ഞാനും വരാം, പ്രിയാമണി ഞാനും വരാന്ന് പറയാണ്. സ്വപ്നവര് പറയണ്ട് ഞാനും വരാം. അവർ രാമനാഥൻ പറയണ്ട്, വേണ്ട സ്വപ്നം, നീ ഇവിടെ നിൽക്കുന്നത്, ചിപ്പി എങ്ങാനും വന്ന ആരെയും കണ്ടില്ലെങ്കിൽ അവള് പേടിക്കും, ഞങ്ങൾ പോയിട്ട് വിവരം പറയാം എന്ന് പറഞ്ഞിട്ട് അവരല്ലേ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ഡോക്ടർ ഇഷിതനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ബിപിക്ക് കുഴപ്പമൊന്നുമില്ല, വേരിയേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഡോക്ടർ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വിളിക്കുകയാണ്. ശേഷം ഡോക്ടറും അതുപോലെ തന്നെ മഹേഷും കൂടെ ഭയങ്കര ചിരിച്ച് കളിച്ച് ഇങ്ങനെ സംസാരിക്കാട്ടോ. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് പ്രിയാമണി ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് ഡോക്ടർ ഇഷിതടുത്ത് പറയുന്നുണ്ട്, ഇഷിത പ്രഗ്നന്റ് ആണ്, ഒരു മാസം ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ, പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അപ്പൊ തന്നെ നമ്മുടെ പ്രിയാമണി മോൾ അഷിതേനെ വിളിച്ച് പറയുന്നുണ്ട്, മോളെ ദേ ഇഷു പ്രഗ്നന്റ് ആണ് കേട്ടോ എന്ന് പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ, മഹേഷ് അല്ല നമ്മുടെ മാഷാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ദേവിക, അവരെ വിളിക്കുകയാണ്. എന്നിട്ട് പറയണ്ട് ഇഷിത പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ ഡോക്ടർ പൊട്ടിക്കരഞ്ഞു പോവാണ്. ഇഷിതക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇഷിത വയറ്റിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ കരയുമ്പോഴേക്കും മഹേഷ് ഇഷിതേനെ തലോട് പറഞ്ഞിട്ട് പറയണ്ടോ, തന്റെ വേദനകളൊക്കെ അവസാനിച്ചിടോ, തന്റെ ഇനി നല്ല നിമിഷങ്ങൾ തനിക്ക് വരാൻ പോണത്, താൻ അമ്മയാവാൻ പോവാ, താൻ ആഗ്രഹിച്ച നിമിഷം എന്നൊക്കെ പറയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ.